നിങ്ങൾക്ക് ഈ സിനിമാ നടന്മാരോട് സിനിമാക്കാരോടൊക്കെ എന്തിനാണ് ഇത്രയും വിരോധം? ഒന്നും അല്ലെങ്കിൽ തന്നെ ഇതുപോലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് കിട്ടും? എന്റെ സുഹൃത്തെ, മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ മഹിമയൊന്നും താങ്കൾ പറയരുത്. എന്ത് കുഴപ്പം? ഇത് വെറും പറ്റിപ്പാണ്. 64 ബിറ്റ് ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതിന്റെ അകത്ത് ശബ്ദ കോലാഹലം? ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാൾ കയറി ഇരുന്ന പടത്തിന് എഴുതി കാണി കഴിയുമ്പോ ആള് ചാവും. അറിയാമോ? അതൊക്കെ നമ്മളെ പണ്ടത്തെ ഓലാപുര തിയേറ്റർ. അവിടെ ശബ്ദ കോലാഹലം ഒന്നും ഇല്ലേ? 2 കാലത്തിനകത്ത് സ്പീക്കർ കിട്ടിയ എന്ത് കോലാഹലം ഉണ്ടാവാനാണ് സുഹൃത്തെ. മാത്രമല്ല നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പൂച്ച എലിയൊക്കെ വന്ന് കാല് മസാജ് ചെയ്ത് തരും. ടിക്കറ്റ് കിട്ടിയില്ലെന്ന് വെച്ച് പേടിക്കണ്ട, ഓരോ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ ഇട്ട് കാണാം. എന്തെല്ലാം പരിപാടികളുണ്ട്. വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര പ്രതിസന്ധി നിങ്ങളൊക്കെ കാരണമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു ഹിന്ദി സിനിമ റിലീസ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ട് രാം ഗോപാൽ ശർമ്മയുടെ ആ പടത്തിന് എന്തായിരുന്നോ കുഴപ്പം? ആ പടം മോശമായിരുന്നു സുഹൃത്തെ. എന്ത് മോശം? മോശം എന്ന് പറഞ്ഞാൽ എന്റെ എഴുതി കാണിപ്പേ മോശം. അതിനുശേഷം ഞാൻ ഉറങ്ങിപ്പോയി. ആയമ്പോഴൊന്നിരുന്ന് ഉറങ്ങിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ റിവ്യൂ ഇടുന്നത്. ഇതൊന്നും കളഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വല്ല കൃഷിപ്പണിക്കും പൊക്കൂടെ സുഹൃത്തെ? എന്റെ സുഹൃത്തെ, എനിക്ക് അങ്ങനെയൊക്കെ പോണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര കുരങ്ങിന്റെ ശല്യമാണ്. കുരങ്ങ് കൂട്ടത്തോടെ വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ച് കളയും. പിന്നെ അത് മാത്രമോ, ഞങ്ങൾ അശയിലൊക്കെ തുണി കഴുകിയിട്ടിരുന്ന അതൊക്കെ എടുത്ത് കുരങ്ങ് ഡാൻസ് ചെയ്യും. പിന്നെ ഒരു ദിവസം മാമ അടിച്ച് ഫിറ്റായിട്ട് വന്നു. കുരങ്ങ് എന്ത് ഡാൻസ് ചെയ്യുന്നു? മാമ ഫിറ്റ് അല്ലേ? അതിന്റെ കൂടെ വന്ന് മാമനും ഡാൻസ് ചെയ്തു. കളിച്ച് മാമന്റെ തുണി ഉരിഞ്ഞു പോയി. അപ്പൊ മാമി ഒരു മണലുമായിട്ട് ഒന്ന് തുണിയില്ലാത്ത മാമനെ അടിച്ച് പേരയിലും കയറ്റി തുണി എടുത്ത് അടിച്ച് വരിക്കാത്ത കയറ്റി